ഹായ്, ഞാൻ തസ്നിം അസീസ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡാണ്. ബ്രെഡ് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റും വാനില ഫ്ലേവറും, സാധാരണ നമ്മൾ ബ്രെഡിൻ്റെ ഫ്ലേവറും ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്ന ഒരു ബ്രെഡാണ്. കാണാൻ ഭംഗിയുള്ളതാണ്. ലെപ്പേർഡ് ബ്രെഡ് അല്ലെങ്കിൽ ജിറാഫ് ബ്രെഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈസിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡായിരിക്കും. ബ്രെഡാണല്ലോ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്നത്. നല്ല ഏറി ആയിട്ടുള്ള നല്ല ഒരു ബ്രെഡാണ്. അപ്പോൾ മൈദ 2.25 കപ്പാണ്. കൈകൊണ്ട് കുഴച്ചാലും മതി കേട്ടോ. ഇനി അതിലേക്ക് ഗോതമ്പ് പൊടി 2 ടേബിൾ സ്പൂൺ, ബട്ടർ 2 ടേബിൾ, വിപ്പിംഗ് ക്രീം 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പാല് നമ്മൾ 1 കപ്പ്, ഏകദേശം 1 കപ്പ്, 1/4 കപ്പിൻ്റെ 1 കപ്പിൻ്റെ ഇടയിലായിട്ട് നോക്കിയിട്ട് വേണം ചേർക്കാൻ. നന്നായിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് വാനില ഫ്ലേവറും ചോക്ലേറ്റ് ഫ്ലേവറും വേണം. 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരെണ്ണം മാറ്റി വയ്ക്കുകയാണ്. ഒരെണ്ണം നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേതിൽ, രണ്ടാമത്തേതിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് 2 കളറിലുള്ള 2 മാവ് കിട്ടി. ഇതിനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ വയ്ക്കുക. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുകളിലായിട്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. രണ്ടാമത്തെ പാത്രത്തിലും ഇതേപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അതിൽ മാവ് വെച്ച്, രണ്ടാമത്തെ മാവ് വെച്ച് കുറച്ച് ഓയിൽ ഉള്ളിൽ മുകളിലൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യുക. 1 മണിക്കൂർ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല ഈസ്റ്റ് ആയിരിക്കണേ. അതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ക്ലിങ് ഫിലിം എടുത്ത് നോക്കുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ. ഇനി ഇതൊന്നുകൂടെ കുഴയ്ക്കണം. എന്നിട്ട് നമ്മളത് ഉരുട്ടി എടുത്തിട്ട് 9 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഓരോ സമയം നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ. 9 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ കൊക്കോ പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു കൊക്കോ ഫ്ലേവറൊന്നും അധികം വരില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോക്ലേറ്റ് ഫ്ലേവറൊന്നും അധികം വരില്ല. കുറച്ച് മൈദ തൂവിയിട്ട് നമുക്ക് ഉരുട്ട് അല്ലെങ്കിൽ പരത്തുന്ന സമയത്താണെങ്കിലും കുറച്ച് മൈദ തൂവുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഓരോ ബോളായിട്ട് എടുത്തിട്ട് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പിലായിട്ട് നീളത്തിൽ ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും അവസാനം ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇത് ഉരുട്ടിയെടുക്കുക. അധികം പ്രസ് ചെയ്യാതെ വേണം നന്നായി പൊങ്ങി വന്ന മാവ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കുക. ബാക്കിയുള്ള മാവും ഇതേപോലെ, ബോൾസും ഇതേപോലെ ഉരുട്ടി വയ്ക്കുക. 9 കഷ്ണം ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം 9 ബോളും ഇതേപോലെ ഉരുട്ടി വയ്ക്കണം. ഇനി അതേപോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ പ്ലെയിൻ മാവ് നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതും ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. കുഴച്ചിട്ട് ഉരുട്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഉരുട്ടി ഇങ്ങനെ ഇതുപോലെ 9 ബോളായിട്ട് അതും മാറ്റി വയ്ക്കുക. അതും ഇതേപോലെ തന്നെയാണ് ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക. 2 കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ഓരോ ബോൾ എടുത്തിട്ട് നമ്മൾ വീണ്ടും പരത്തി കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ നീളത്തിൽ ഉരുട്ടി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഫ്ലേവറുള്ള മാവ് വെച്ചിട്ട് ഇത് വീണ്ടും ഒന്ന് ഉരുട്ടി വയ്ക്കുകയാണ്. ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ ചെയ്യണം. നമുക്കിത് തുറന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിഞ്ചി. ബ്രെഡ് ബണ്ണൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഉരുട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് പൊങ്ങി വരും. ഇതുപോലെ നമ്മളെല്ലാം പരത്തി എല്ലാത്തിൻ്റെ ഉള്ളിലും ചോക്ലേറ്റ് ഒരു റോള് വെച്ച് ഉരുട്ടി വയ്ക്കുക. എല്ലാം അങ്ങനെ ആക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ബേക്കിംഗ് ചെയ്യാനുള്ള ബ്രെഡ് ടിന്നിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ചേർത്ത് വെക്കുക. ഇത് ബേക്കായി വരുമ്പോൾ ഇതുപോലെ റോളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. എല്ലാം ഒന്നിച്ചായിട്ടുണ്ടാവും. ഇത് ഇനി നമുക്ക് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുള്ളത് പേപ്പർ ഒരു മോൾഡാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇനി എല്ലാം വെച്ചു. ഇനി നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യാണ്. കവർ ചെയ്തിട്ട് ഇത് 1 മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കണം.
നോക്കി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്തുമാത്രം പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. ശരിക്കും മോൾഡിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, തൊടുമ്പോൾ അറിയാം നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ബ്രെഡായി. ശരിക്കും ഇതൊന്ന് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കേട്ടോ ബ്രെഡെല്ലാം കട്ട് ചെയ്യാൻ. ഞാനിത് അധികം ചൂടാറിയിട്ടില്ല. നോക്കി എന്തുമാത്രം സോഫ്റ്റാണ്. എയർ ഹോൾസ് വന്ന് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല മൊഞ്ചുള്ള ബ്രെഡ് അല്ലേ. ഈസി അല്ലേ. നമുക്ക് ഇങ്ങനെ ഇതിന് ജിറാഫ് ബ്രെഡ് എന്ന് പറയും, ലെപ്പേർഡ് ബ്രെഡ് എന്ന് പറയും. നല്ല സോഫ്റ്റാണ്, നല്ല എയറി ആയിട്ടുള്ള, നല്ല എയർ ഹോൾസൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ശരിക്കും നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ പഞ്ഞി പോലെ വരും, അത്രയും സോഫ്റ്റാണ്. പലർക്കും ബ്രെഡ് ഉണ്ടാക്കുന്നത് ശരിയാവില്ല എന്നൊക്കെ കുറേ കംപ്ലൈൻറ്റ് കേൾക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ലെപ്പേർഡ് ബ്രെഡ് കണ്ടില്ലേ, ഇഷ്ടമായില്ലേ? വളരെ ഈസിയാണ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ഈസ്റ്റ് ആയിരിക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. റെസിപ്പി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടം